ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാപ്പ ചുമത്തി ജയിലിലടച്ച ബി.ജെ.പി. കൗൺസിൽ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ തന്നെ നാളെ വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്. കോടതി നിലപാട് വന്നു എന്ന് മനസ്സിലാക്കുന്നു. ബിനിൽ, കോടതി തീരുമാനം വന്നോ? എതിർപ്പ് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ സത്യപ്രതിജ്ഞ ജയിലിൽ തന്നെ നടക്കും. ബി.ജെ.പിക്ക് ഒരർത്ഥത്തിലൊരു വലിയ ആശ്വാസമായി ഇത് മാറുകയും ചെയ്യുകയാണ്. മേയർ അടക്കം ഇനി ജയിലിലേക്ക് എത്തി അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കാം ഇനി ഉള്ള ക്രമീകരണങ്ങൾ? കോടതി എന്തറിയിപ്പ് നൽകുന്നു ബിനിൽ? പ്രതീക്ഷ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ കൗൺസിലറായ ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം നേരത്തെ നടത്തിയ സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് 20 കൗൺസിലർമാരുടേതാണ് റദ്ദാക്കിയത്. ആ കൂട്ടത്തിലായിരുന്നു ആർ സുഗതന് ഉൾപ്പെട്ടിരുന്നത്. മറ്റുള്ളവരെല്ലാവരും തന്നെ കോർപ്പറേഷനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനിടയിൽ സുഗതനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയത്. നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. മേയർ വി രാജേഷ് അടക്കം ആ വിയ്യൂർ ജയിലിലേക്ക് എത്തേണ്ടി വരും. മിനിമം ഉദ്യോഗസ്ഥരെ മാത്രമേ ജയിലിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. മാധ്യമ പ്രവർത്തകരെ ഇത് സത്യപ്രതിജ്ഞ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ, അക്രഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങളുടെ പ്രതിനിധികളെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ കൂടി ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ കോടതി പരിഗണിച്ച പ്രധാനപ്പെട്ട കാര്യം എന്നത് ജനങ്ങളുടെ ഇംഗിതമാണ്. അതായത് ജനങ്ങൾ നൽകിയ ജനഹിതമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സുഗതൻ നേരത്തെ ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. അതെല്ലാം പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചു. അപ്പോൾ ജനാധിപത്യത്തിൽ ആ ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ടാണ് കോടതി ഈ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ അനുമതി ചെയ്യിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ സർക്കാരിന്റെ പ്രധാനപ്പെട്ട എതിർപ്പ് ഇയാൾ കാപ്പ ചുമത്തി വലിയ കൊടും ക്രിമിനലാണ്, അതുകൊണ്ട് തന്നെ പുറത്തുവിടാൻ കഴിയില്ല, ഇയാളെ ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് അയക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ എടുത്തു. കോടതി അത് ഏതായാലും അംഗീകരിച്ചു. അതായത് ബിന്നില് ഒരു മാൻഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അനുകൂലമാകുന്നു. ഭരണഘടനാപരമായി നോക്കുമ്പോൾ അവിടെ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ ആ ഒരു വിവേചന അധികാരം അവർ ഉപയോഗിച്ചു. മാത്രമല്ല ആ സമയത്ത് ഇതെല്ലാ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിലേക്ക് വരികയും ചെയ്തു. പബ്ലിക്കിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ബോധ്യത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെ ഒരു ആശ്വാസം കൂടി ബി.ജെ.പിക്ക് ലഭിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഘടകങ്ങളായി അല്ലേ? തീർച്ചയായും. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമുള്ള കേസുകൾ ഈ ആർ സുഗതനെതിരെയുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇയാൾക്കെതിരായ ക്രിമിനൽ കേസുകൾ ഏതൊക്കെയെന്നത് അയാൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരസ്യപ്പെടുത്തി മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ. അപ്പോൾ അതൊക്കെ നിലനിൽക്കെ തന്നെ ആ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ജനങ്ങളുടെ അംഗീകാരം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് കോടതി വിലയിരുത്തിയ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ അഭിലാഷത്തെ മറികടന്ന് പോവേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ ജനാധിപത്യത്തിൽ ഈ കൗൺസിലർക്ക് അവിടെ പ്രത്യേക സാഹചര്യത്തിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ കൗൺസിലർ കൂടി ചേരുമ്പോഴാണ് ബി.ജെ.പിക്ക് അവിടെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ആ കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയാൽ അത് അവരുടെ മാൻഡേറ്റിനെ തന്നെ ബാധിക്കും, ബി.ജെ.പിയുടെ ഭരിക്കാനുള്ള അവകാശത്തെ തന്നെ ബാധിക്കും. ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഹൈക്കോടതി കണക്കിലെടുത്തിരിക്കുന്നതിൻ്റെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ, അതായത് ഉത്തരവിൻ്റെ പകർപ്പ് തന്നെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ കോടതി പറയാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ എതിർത്തത് സുഗതനെ പുറത്തുവിടുന്നതിനെയാണ്. സുഗതനെ ജയിലിന് പുറത്തുവിടാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലി നേരിട്ട് ഹാജരായി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും കോടതി ഇപ്പോൾ ജയിലിലെത്തി സത്യപ്രതിജ്ഞ നടത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അസാധാരണമായ ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ ഒരു മേയർ അവിടേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ജയിലിലേക്ക് എത്തുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ സമയം, പിന്നെ അതിനുള്ള സംവിധാനം മാധ്യമപ്രവർത്തകർക്ക് ഷൂട്ട് ചെയ്യാം. അതൊരു ആശ്വാസം തന്നെയാണ്. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളുടെ കൂടി അറിവോടുകൂടി നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, അവർ പങ്കാളികളായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രക്രിയ കൂടി അവർ അറിയട്ടെ എന്ന് തന്നെ കോടതി തീരുമാനമെടുക്കുമ്പോൾ ഇനി ജയിലിലെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കാം നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്?
ജയിലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നത് കോടതി ആ ഉത്തരവിൽ വ്യക്തമാക്കും. ജയിൽ സൂപ്രണ്ടിനായിരിക്കും ആ നിർദ്ദേശം പോവുക. വിയ്യൂർ ജയിലിന്റെ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടിന് കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടാകും. എവിടെ വെച്ചായിരിക്കണം സത്യപ്രതിജ്ഞ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജയിൽ സൂപ്രണ്ടാണ് തീരുമാനിക്കേണ്ടത്. ജയിലിന്റെ കോമ്പൗണ്ടിൽ തന്നെ പുറത്ത് പ്രത്യേക ഒരു സൗകര്യം അതിനുവേണ്ടി ഒരുക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പുറത്തു നിന്നുള്ള ആളുകളൊക്കെ എത്തും, മേയർ അടക്കം എത്തേണ്ടതുണ്ട്, ഉദ്യോഗസ്ഥരെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കൂടി പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിന് സൗകര്യപ്രദമായ ഒരു സ്ഥലമായിരിക്കും ജയിൽ സൂപ്രണ്ട് സ്വാഭാവികമായും തെരഞ്ഞെടുക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ജയിലിലായിരുന്ന പല ഈ മെമ്പർമാരും ജനപ്രതിനിധികളും ഒക്കെ ഈ പഞ്ചായത്തിലൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഈ പെരുമ്പാവൂരിലടക്കം അങ്ങനെ ഒരു സംഭവം മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അതായത് റിമാൻഡിലുള്ള പ്രതി വന്ന് ഇത് വോട്ടെടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിലിൽ കിടന്നായിരുന്നു. അങ്ങനത്തെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെടുന്നു. റദ്ദാക്കപ്പെട്ട ശേഷം അയാൾ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കപ്പെടുന്നു. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് കേരളത്തിൽ ആദ്യത്തെ ഒരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും ബി ജെ പി സംബന്ധിച്ച് നമ്പറിന്റെ കാര്യത്തിൽ തുലാസിലാകുമെന്ന് ഉള്ള ഒരു ഘട്ടം എന്തായാലും നീങ്ങുന്നു. അങ്ങനെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ ആദ്യത്തെ കോർപ്പറേഷൻ കിട്ടുന്ന കൈവെള്ളയിലിരിക്കുന്ന ആ ഭരണത്തിന് മറ്റൊരു അനിശ്ചിതത്വം എന്തായാലും അടുത്ത കാലത്ത് സംഭവിക്കില്ല എന്ന് അങ്ങനെ ഒരു ആശ്വാസം കൂടി. തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ആശ്വാസമാകുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് ഒരു നാരോ എഡ്ജിലാണ് അവിടെ ഭരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്വതന്ത്രനെ കൂടി കൂട്ടിപ്പിടിച്ചാണ് അവിടെ ബി ജെ പി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് ഭരണത്തിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു കൗൺസിലർ നഷ്ടമാകുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നു കഴിഞ്ഞാൽ, ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിച്ചു വരിക എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ കൗൺസിലറെ നിലനിർത്തുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് അവർ നിയമ പോരാട്ടത്തിന് സുഗതനെ മുൻനിർത്തി ഇറങ്ങിയത്. അവിടെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി കിട്ടിയതോടെ ആ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ബി ജെ പി തൽക്കാലത്തേക്ക് മറികടന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞാലും ഇനി മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതായത് തുടർച്ചയായി ആർ സുഗതന് ഇവിടെ ഹാജരാകാൻ കഴിയാതെ പോയാൽ അതെങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ അംഗത്വത്തെ ബാധിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം തുടർച്ചയായി ഹാജരാവാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ അംഗത്വം റദ്ദാക്കപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അത് എത്ര കാലപരിധി വരെ അത് നീണ്ടു നിൽക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് ഏതായാലും ജനപ്രതിനിധിയുടെ സേവനം എന്തായാലും ആർ സുഗതന് നൽകാനും കഴിയില്ല. തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്നു. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലടച്ച ബി ജെ പി കൗൺസിലർ ആർ സുഗതന് സത്യപ്രതിജ്ഞ ജയിലിൽ തന്നെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവായി വരുന്നത്.